ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ 4 മണി പലഹാരത്തിൻ്റെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് മെൽറ്റായിട്ട് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് കുറച്ച് നിലക്കടല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ കടലക്ക് പകരമായിട്ട് അണ്ടിപ്പരിപ്പ് കയ്യിലുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ കടല ഏകദേശം ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അതും കൂടെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നട്ട്സൊക്കെ ഏകദേശം കളർ മാറി വന്നാൽ ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. 2-3 മിനിറ്റ് നെയ്യിൽ കിടന്ന് തേങ്ങ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറച്ച് മധുരം കുറവിട്ടുള്ള കരിപ്പട്ടിയുടെ പൊടിയാണ് കേട്ടോ. ഒന്നും കൂടെ ടേസ്റ്റാണ് ഈ ഒരു ശർക്കരയാവുമ്പോൾ. സാധാരണ ശർക്കരയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഒന്ന് മെൽറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് കുറുകി നല്ല ടൈറ്റായിട്ട് വരണം. ഈ ഒരു സമയത്ത് തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നല്ല ടൈറ്റായിട്ട് വന്നാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അതേ പാനിൽ ഒന്ന് കഴുകിയിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, മഞ്ഞൾപ്പൊടിക്ക് പകരം ഫുഡ് കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ പാകത്തിനൊരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടി, കുറച്ച് മാത്രം മതിയാവും. കൂടെ തന്നെ 1 ടീസ്പൂൺ നെയ്യും പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് റവ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. റവ മുഴുവനായിട്ട് ചേർത്ത് കൈയെടുക്കാതെ തന്നെ ഇളക്കി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് കുറുക്കിയിട്ട് കിട്ടണം. പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലായിട്ട് കിട്ടണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ റവ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവായാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ സ്നാക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഷേപ്പുള്ള പാത്രം എടുത്തിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് ആദ്യം നമ്മുടെ ഫില്ലിങ്സ് വെച്ചിട്ട് ഒന്ന് ടൈറ്റാക്കി പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് തന്നെ ചൂടോടുകൂടി തന്നെ റവ ഇതുപോലെ വെച്ചിട്ടൊന്ന് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ റവ ചൂടോടുകൂടി തന്നെ വെച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ചെറിയ പാത്രത്തിലിട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇങ്ങനെ ചെയ്യണമെന്നില്ല, ഈ ഒരു മിക്സും കൂട്ടിയിട്ട് പിന്നെ റവ കൂട്ടിയിട്ട് മിക്സാക്കിയിട്ട് കഴിച്ചാലും മതിയാവും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. താഴെ റവയുടെ ആ ഒരു മിക്സും മുകൾ ഭാഗത്ത് തേങ്ങയും ശർക്കരയും എല്ലാം കൂടെയുള്ള ആ ഒരു മിക്സൊക്കെ കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.